നമസ്കാരം പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ ഷാജഹാൻ. നിങ്ങളെ ഹിന്ദി പഠിപ്പിക്കുന്നത് ഞാനാണ്. അപ്പോൾ കുറച്ച് പാരൻസും കുട്ടികളൊക്കെ വിളിച്ച് വിക്ടേഴ്സ് ചാനലിൽ വരുന്ന ക്ലാസ് പൂർണ്ണമായും ഹിന്ദിയിലായതുകൊണ്ട് കുറച്ച് പ്രയാസം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഹിന്ദി പഠിക്കേണ്ടത് ഹിന്ദിയിൽ തന്നെയാണ്. അങ്ങനെയാണെങ്കിലേ നമുക്ക് ഹിന്ദി സംസാരിക്കാനും ഹിന്ദിയിൽ പുതിയതായ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. ഹിന്ദിയിൽ സെൻറ്റൻസ് ഉണ്ടാക്കാൻ, വേർഡ് മീനിങ്ങൊക്കെ കണ്ടുപിടിക്കാനൊക്കെ ഏറ്റവും നല്ലത് ഹിന്ദിയിൽ പഠിക്കുക എന്നുള്ളതാണ്. പക്ഷേ അപ്പോൾ ചെറിയൊരു പ്രയാസം നേരിടുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഒന്ന് ലളിതമാക്കാം. കുറച്ച് മലയാളം കൂട്ടിയിട്ട് ഹിന്ദി എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു തരാം. ഓക്കെ. എട്ടാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠം, ഹിന്ദിയിലെ ഒന്നാമത്തെ പാഠമാണ് ഷഹംഷാ അക്ബർ കോ കോൻ സിഖായേഗ. പാഠത്തിൻ്റെ പേര് ഒരു ചോദ്യമാണ്. ആരാണ് അക്ബർ ചക്രവർത്തിയെ പഠിപ്പിക്കുക? എന്തോ ഒരു ചോദ്യമാണ് പാഠത്തിൻ്റെ പേര്. യഥാർത്ഥത്തിൽ അവിടെ എന്തോ ഒരു സംഗതി ഒളിഞ്ഞു കിടക്കുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നും, അല്ലേ? ഉണ്ട്. ഒരു ചക്രവർത്തി ആവണമെങ്കിൽ കുറേ കാര്യങ്ങൾ പഠിക്കണം. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചതിന് ശേഷമാണ് സാധാരണ ഒരു ചക്രവർത്തിയാക്കുക. പക്ഷേ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് തന്നെ ഇദ്ദേഹത്തിന് ചക്രവർത്തി പദം ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് ഹുമയൂൺ എന്നാണ്, അതെല്ലാവർക്കും അറിയാം. ഈ ഹുമയൂണിൻ്റെ സേനാനായകനായിരുന്നു ബൈരം ഖാൻ. ഒരിക്കൽ ബൈരം ഖാൻ്റെ കൂടെ നമ്മുടെ അക്ബർ ചക്രവർത്തി പഞ്ചാബിലേക്ക് ചില സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി പോയി. അന്ന് അദ്ദേഹത്തിന് 13 വയസ്സ്. അക്ബർ ചക്രവർത്തിക്ക് 13 വയസ്സാണ് പ്രായം. ആ സമയത്താണ് ഇവിടെ നാട്ടിൽ കൊട്ടാരത്തിൽ അദ്ദേഹത്തിൻ്റെ ലൈബ്രറിയിലേക്ക് കയറി പോകുന്ന സമയത്ത് കോണിയിൽ നിന്ന് വീണിട്ട് വീടിൻ്റെ മുകളിലേക്കുള്ള സ്റ്റെയർ കേസിൽ നിന്ന് വീണ് ഇദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്യുന്നത്, ഹുമയൂൺ. ഇത് ചരിത്രമാണ്, കഥയാണ്, എന്ത് വേണമെങ്കിലും ആവാം. പിന്നെ നമുക്കതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഏതായാലും ആ സമയത്ത് രാജ്യത്ത് ഒരു രാജാവില്ലാത്തൊരവസ്ഥ വരികയാണ്. ചക്രവർത്തി മരിക്കുന്നു, ഹുമയൂൺ എന്ന് പറയുന്ന ചക്രവർത്തി മരിക്കുന്നു. ആ സമയത്ത് മകൻ അക്ബർ അവിടെ ഇല്ല. അക്ബർ ബൈരം ഖാൻ്റെ കൂടെ പഞ്ചാബിലാണ്. അപ്പോൾ പഞ്ചാബിൽ വെച്ചിട്ട് ഔദ്യോഗികമായി ഇദ്ദേഹത്തെ ധാരണം നടത്തിയിട്ട് രാജാവായി പ്രഖ്യാപിക്കുന്നു. അഥവാ 1542 ജനിച്ച ഇദ്ദേഹം 1556 ചക്രവർത്തിയായിട്ട് നിയമിക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ 13-ാമത്തെ വയസ്സിലുള്ള ഒരു ചക്രവർത്തിയായതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ അക്ബർ ചക്രവർത്തിക്ക് ഏറ്റവും നല്ല ഒരു വിദൂഷകനെ കണ്ടെത്തി കൊടുക്കുന്നതും ഈ ബൈരം ഖാൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വിദൂഷകൻ്റെ പേരെന്തായിരുന്നു നിങ്ങൾക്കറിയാലോ? ബീർബൽ, അല്ലേ? ബീർബലിൻ്റെ ഒരുപാട് കഥകൾ നമ്മൾ ബാലരമയിലും ബാലമംഗളത്തിലൊക്കെ ആയിട്ട് വായിച്ചിട്ടുണ്ട്. ആ ചെറിയ പുസ്തകങ്ങളിൽ, അതുപോലെ കഥകളിൽ, കാർട്ടൂണിലൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. ഓക്കെ. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ പാഠത്തിന് പേര് വരാൻ കാരണം എന്ന് മനസ്സിലായല്ലോ. ഷഹംഷാ അക്ബർ കോ കോൻ സിഖായേഗ, ഇതാണ് പാഠത്തിൻ്റെ പേര്. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം. പാഠത്തിൻ്റെ പേര് ഇങ്ങനെയാവാൻ കാരണം എന്താണെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ. ഓക്കെ. ഇനി ഞാനിതൊന്ന് വായിക്കാം. ഹിന്ദി ശ്രദ്ധിച്ച് കേൾക്കുക. ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ എടുക്കണം നിർബന്ധമൊന്നുമില്ല, ഇതിലൂടെയും നമുക്ക് കാണാം. ഈ ഫോണിലേക്ക് തന്നെ നോക്കിയിരുന്നാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. शाहंशाह अकबर गंभीर चर्चा में मग्न विद्वानों के एक समूह को देख रहे थे.
वे बीरबल की ओर मुड़कर बोले, बीरबल, मैं बहुत चतुर नहीं हूँ। बहुत सी ऐसी चीज़ें हैं जिनके बारे में मैं नहीं जानता। मैं हर चीज़ को सीखना चाहता हूँ। कल से मेरी पढ़ाई शुरू हो। इसका इंतज़ाम करो. എന്താണ് ഈ പാരഗ്രാഫിൽ പറയുന്നതെന്ന് മൊത്തത്തിൽ പറഞ്ഞാൽ മതിയെങ്കിൽ അങ്ങനെ അത് ഏറ്റവും നല്ലത് അതാണ്. അതിൻ്റെ ആശയമായും പറയാം. എന്തായാലും ആദ്യത്തെ പാഠം എന്നുള്ള നിലയ്ക്ക് വേർഡ് ബൈ വേർഡ് മീനിങ് പറഞ്ഞിട്ട് അങ്ങനെ പോവാം. അടുത്ത പാഠം മുതൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പാരഗ്രാഫിൻ്റെ ആശയം മലയാളത്തിലും ഹിന്ദിയിലും ഞാൻ പറയും. അപ്പം വേർഡ് മീനിങ് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ എല്ലാവർക്കും അറിയാമല്ലോ, ആ നമ്പറിൽ വിളിച്ചിട്ട് സംശയം ചോദിക്കാം. ഓക്കെ, ഇത് ഒന്നാമത്തെ പാഠമായതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലേക്ക് കുറച്ചൊരു പേടിയൊക്കെ മാറാൻ വേണ്ടിയിട്ടൊരു മലയാളം പാഠം. शाहमशाह अकबर गंभीर चर्चा में मग्न विद्वानों के एक समूह को देख रहे थे. ചക്രവർത്തിയായ അക്ബർ അവിടെ വലിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന, വലിയ ഗംഭീരമായ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ വിദ്വാൻമാരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കണ്ടില്ലേ, കണ്ടോ? അദ്ദേഹം നോക്കുന്ന ഒരു രംഗം നോക്കൂ. ശരിക്കും വളരെ ആകാംക്ഷയോടുകൂടിയാണ് അദ്ദേഹം നോക്കുന്നത്. ഓക്കെ, ചിത്രത്തിൽ തന്നെ അങ്ങനെയാണ് നമുക്ക് കാണുന്നത്. മഗ്ന പറഞ്ഞാൽ മുഴുകുക, ചർച്ചാമി മഗ്ന, ചർച്ചയിൽ മുഴുകിയ പണ്ഡിതന്മാരുടെ ഒരു കൂട്ടത്തെ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ബീർബൽ കി ഓർ മുഡ്കർ പോലെ, അദ്ദേഹം ബീർബലിൻ്റെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു. രാജാവ് തിരിയുന്നത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്കറിയാമല്ലോ അല്ലേ? വളരെ ഗൗരവത്തോടുകൂടി. പെട്ടെന്ന് നമ്മളൊക്കെ തിരിഞ്ഞു നോക്കുന്ന പോലെ തിരിഞ്ഞു നോക്കുമോ? ഇല്ല, ഉടലും ശരീരമൊക്കെ ഒരുമിച്ചാൽ തിരിയുക. അപ്പോൾ നിങ്ങളിതൊന്ന് വിഷ്വലൈസ് ചെയ്യണം. എന്താണ്, എങ്ങനെയാണ് രാജാവ് തിരിയുക അല്ലേ? ഞാൻ നോക്കട്ടെ, ഇതിൽ വീഡിയോ ക്ലിപ്പ് ഉണ്ടെങ്കിൽ ഞാനതിൽ ഉൾപ്പെടുത്തുകയും ചെയ്യാം. ഓക്കെ, ബീർബൽ കി ഓർ മുഡ്കർ പോലെ, മുഡ്നാ തിരിയുക, ടേൺ ചെയ്യാം. ബീർബൽ മേ ബഹുത് ചതുർ നഹീ ഹൂം. ബീർബൽ, ഞാൻ വലിയ ബുദ്ധിമാനൊന്നുമല്ല. ബഹുത് സി ऐसी चीज़ें हैं जिनके बारे में मैं नहीं जानता. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല. വളരെ കുറച്ച് കാര്യങ്ങളെ എനിക്കറിയൂ, പല കാര്യങ്ങളും എനിക്കറിയില്ല. मैं हर चीज़ को सीखना चाहता हूँ. നോക്കൂ, ഞാൻ ഓരോ വസ്തുവിനെക്കുറിച്ചും ശരിക്കും പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഹർ ചീസ് കോ, ഓരോ വസ്തുവിനെയും കുറിച്ച് എനിക്കറിയണം. കൽ സെ മേരി പഠായി ശുരു ഹോ, ഇസ്കാ ഇന്തസാം കരോ. നാളെ മുതൽ എൻ്റെ പഠനം ആരംഭിക്കണം, അതിനുള്ള ഏർപ്പാടാക്കിക്കോളൂ. ആൾ 13 വയസ്സാണെങ്കിലും ചക്രവർത്തിയാണ് അല്ലേ? ചക്രവർത്തിക്ക് ഓർഡർ ഇടാനേ അറിയൂ. അതുകൊണ്ട് അദ്ദേഹം ഓർഡർ ഇട്ടു, ബീർബൽ, നാളെ മുതൽ ഞാൻ പഠിക്കാൻ തുടങ്ങിയാണ്, നാളെ മുതൽ എന്നെ പഠിപ്പിക്കാനുള്ള ഏർപ്പാടാക്കിക്കോളൂ എന്ന് പറഞ്ഞു. अगली सुबह जब बादशाह ने दरबार में प्रवेश किया तो उनका स्वागत एक विचित्र दृश्य ने किया. दरबार तरह तरह के लोगों से भरा हुआ था. वहाँ बच्चे और बुजुर्ग थे, गृहिणियाँ और धोबिनें थीं, किसान और कचरा बीनने वाले थे, दुकानदार और लिपिक थे, मूर्ख और ज्ञानी थे, और भी न जाने कितने तरह के लोग थे. അവിടെ എന്താ പറയുക നോക്കൂ, അഗലി സുബ. അപ്പോൾ തലേദിവസം വൈകുന്നേരമാണ് രാജാവ് ബീർബലിനോട്, തൻ്റെ വിദൂഷകനായ ബീർബലിനോട് പറഞ്ഞത് നാളെ മുതൽ പഠനം ആരംഭിക്കണം എന്നല്ലേ? ഓക്കെ, അഗലി സുബ, പിറ്റേ ദിവസം രാവിലെ. അഗലി രാത്രി പറഞ്ഞാൽ പിറ്റേ ദിവസം രാത്രി, അഗലി സുബ പിറ്റേ ദിവസം രാവിലെ. ജബ് शाहमशाह ने दरबार में प्रवेश किया तो उनका स्वागत एक विचित्र दृश्य ने किया. ചക്രവർത്തി കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അദ്ദേഹത്തെ ഒരു വിചിത്രമായ ദൃശ്യമാണ് സ്വാഗതം ചെയ്തത്. സാധാരണ രാജാക്കന്മാർ വരുമ്പോൾ, കൊട്ടാരത്തിലേക്ക് വരുമ്പോൾ അവിടെ എന്താ ഉണ്ടാവുക? ഒരുപാട് ആളുകളുണ്ടാവും അല്ലേ? മന്ത്രിമാരുണ്ടാവും,
വിദൂഷകന്മാരുണ്ടാവും, പിന്നെ സൈനികരുണ്ടാവും, നൃത്തം ചെയ്യുന്ന പെണ്ണുങ്ങളുണ്ടാവും, അവരെ വെഞ്ചാമരം വീശുന്ന തോഴിമാരുണ്ടാവും. അങ്ങനെ ഇഷ്ടം പോലെ ആളുകളുണ്ടാവും. അവരൊക്കെ കുനിഞ്ഞ് റാൻ മൂളിക്കൊണ്ടാണ് സ്വാഗതം ചെയ്യുക. പക്ഷേ ഇന്ന് രാവിലെ വന്നപ്പോൾ കണ്ടതെന്താണ് അദ്ദേഹം? ഒരു വിചിത്രമായ ദൃശ്യം. ദർബാർ തര തരക്കെ ലോകോं से भरा हुआ था. ദർബാർ എന്ന് പറഞ്ഞാൽ രാജസദസ്സ് തര തരക്കെ ലോകോं से भरा हुआ था. വ്യത്യസ്തരായ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു. വഹാം ബച്ചെ और बुजुर्ग थे, ഗൃഹിണിയാം ധോബിനെ थे. നോക്കുക, കുട്ടികളുണ്ടായിരുന്നു, വലിയവരുണ്ടായിരുന്നു. ബുജുർഗാണ് മുതിർന്നവർ. കുട്ടികൾ ഉണ്ടായിരുന്നു, മുതിർന്നവരുണ്ടായിരുന്നു. ഗൃഹിണിയാം और ധോബിനെ थी. അതുപോലെ തന്നെ ഈ തുണിയലക്കുന്നവരുണ്ടായിരുന്നു, വീട്ടമ്മമാരുണ്ടായിരുന്നു. കിസാൻ और കച്ചറ ബിന്നേവാലെ, കർഷകരുണ്ടായിരുന്നു, കിസാൻ. പിന്നെയോ കച്ചറ ബിന്നേവാലെ, ഈ പഴയത് പറക്കുന്ന ആക്രി കച്ചവടക്കാരില്ലേ, അവരുണ്ടായിരുന്നു. ദുക്കാൻദാർ और ലിബിക് थे. പിന്നെ ഉണ്ടായിരുന്നത് കച്ചവടക്കാരാണ്. ദുക്കാൻദാർ പറഞ്ഞാൽ കച്ചവടക്കാർ. അവർ ലിബിക് പറഞ്ഞാൽ ക്ലർക്ക്, എഴുത്തുകാർ. മൂർഖ और ജ്ഞാനി थे. വിഡ്ഢികളുണ്ടായിരുന്നു. മൂർഖ പറഞ്ഞാൽ വിഡ്ഢി, ജ്ഞാനി പറഞ്ഞാൽ പണ്ഡിതന്മാരുണ്ടായിരുന്നു. ഓർ പി ന ജാനെ കിത്തനെ തരക്കെ ലോക് थे. ഇനിയും ഒരുപാട് തരത്തിലുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു, പലതരത്തിലുള്ള ജനങ്ങൾ. അപ്പോൾ കൊട്ടാരത്തിലേക്ക് രാവിലെ വന്നപ്പോൾ തന്നെ ഇദ്ദേഹം കാണുന്നത് നിറച്ച ആളുകളെയാണ്. ഇതൊക്കെ കാണുമ്പോൾ രാജാവിന് എന്താവും? സന്തോഷമാവുമോ? ഇല്ല. इन सब का क्या मतलब है? शाहमशाह गर्जे, मैंने तुमसे ऐसे लोगों को लाने के लिए कहा था जो मुझे कुछ सिखा सके, और तुमने मेरा महल राज की आधी जनता से भर दिया. अब जवाब दो. इन सब का क्या मतलब है? എന്താ അതിൻ്റെയൊക്കെ അർത്ഥം? ഷാഹംഷാ ഗർജെ, ഷാഹംഷാ ചക്രവർത്തിക്ക് ഗർജിച്ചു. എന്താ അതിൻ്റെയൊക്കെ അർത്ഥം? मैंने तुमसे ऐसे लोगों को लाने के लिए कहा था. ഞാൻ നിന്നോട് എന്താ പറഞ്ഞത്? എന്നെ പഠിപ്പിക്കാൻ കഴിവുള്ള ആളുകളെ കൊണ്ടുവരാനല്ലേ ഞാൻ പറഞ്ഞത്? തുമ്നെ, എന്നിട്ട് നീ ചെയ്തത് എന്താണെന്നറിയോ? മേരാ മഹൽ രാജ് കി ആധി ജനത സെ ഭർ ദിയ. രാജ്യത്തിൻ്റെ പകുതി ജനങ്ങളെ കൊണ്ട് എൻ്റെ കൊട്ടാരം കൊണ്ട് നിറച്ചിരിക്കുക. നീ എന്ത് തോന്നിയാസായി കാണിച്ചത്? അബ് ജവാബ് ദോ, പറ മറുപടി എന്ന് പറഞ്ഞു. അപ്പം ബീർബൽ വളരെ വിനയാന്വിതനായിട്ട് പറഞ്ഞു, മാഫി ചാഹത്താ ഹും ജഹാൻ ബന, मैंने तो बस आपके आदेशों का पालन किया है. बीरबल ने जवाब दिया, गुस्ताखी माफ़ हो, पर क्या जहाँपना रेत में घंटों खेलकर अपना मनोरंजन करना जानते हैं? ഇദ്ദേഹം പറയാണ്, മാഫി ചാഹത്താഹും, ക്ഷമിക്കുക. ജഹാംപന എന്ന് പറഞ്ഞാൽ അങ്ങനെ ക്ഷമിക്കുക. मैंने तो बस आपके आदेशों का पालन किया है. ഞാൻ അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ, അങ്ങ് നിർദ്ദേശിച്ച കാര്യങ്ങൾ മാത്രമേ ഞാൻ പാലിച്ചിട്ടുള്ളൂ, മറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ബീർബലിനെ ജവാബ് ദിയ. ബീർബൽ വളരെ വിനയാന്വിതനായിട്ട് പറഞ്ഞു, ഗുസ്താഖി മാഫ് ഹോ, എൻ്റെ തെറ്റ് പൊറുക്കണം, ക്ഷമിക്കണം. पर क्या जहाँपना रेत में घंटों खेलकर अपना मनोरंजन करना जानता है, जानते हैं ചോദിക്കുകയാണ്. അങ്ങനെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ മണ്ണിലും ചെളിയിലൊക്കെ മണിക്കൂർ കണക്കിന് കളിച്ചിട്ട് സന്തോഷിക്കാൻ അങ്ങയെ കൊണ്ട് കഴിയുമോ? മണിക്കൂർ കണക്കിന് സമയം മണ്ണിൽ കളിച്ചിട്ട് മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന വിദ്യ നിങ്ങൾക്കറിയോ എന്ന് ചോദിച്ചു. ആരാ സാധാരണ അങ്ങനെ ചെയ്യാറുള്ളത്? മണ്ണിൽ കളിക്കുന്നത് ആരാ? നമ്മളൊക്കെ ചെറിയ കുട്ടിയായിരുന്നപ്പം എന്തിലെല്ലാം കളിച്ചിട്ടുണ്ടല്ലേ? അങ്ങനെ മണ്ണിൽ കളിച്ചിട്ട് മനസ്സിനെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾക്കറിയോ മഹാരാജാവേ എന്ന് ചോദിച്ചു. ചക്രവർത്തി എന്ന് ചോദിച്ചു. നെഹി, ഇല്ല. पर उसे क्या ഷാഹംഷാ ബോഖ്ലാഗെ, ഇല്ല, എനിക്ക് മണ്ണിൽ കളിക്കാൻ അറിയില്ല, അതല്ലല്ലോ എൻ്റെ ജോലി. ഉസയ്ക്ക, അതുകൊണ്ടെന്താ? ഷാഹംഷാ ബോഖ്ലാഗെ, അദ്ദേഹത്തിന് ഇങ്ങോട്ട് ദേഷ്യം വന്നു.
क्या आप किसी गरीब आदमी की आमदनी में घर चला सकते हैं? या क्या आप जानते हैं कि कपड़े से दाग दाग कैसे हटाया जाता है? അടുത്ത ചോദ്യം, രണ്ട് ചോദ്യം അടുപ്പിച്ച് അങ്ങോട്ട് ചോദിച്ചു. ഒന്ന് ചോദിക്കുകയാണ്, ക്യാ ആപ് കിസി ഗരീബ് ആദ്മി കി ആമദനി മേ ഘർ ചലാ സക്തേ ഹൈ? അങ്ങേക്ക് ഒരു ചെറിയ സാധാരണക്കാരൻ്റെ വരുമാനം കൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയുമോ? ചക്രവർത്തി, നല്ല ചോദ്യമാണ് ചക്രവർത്തിയോട് ചോദിച്ചത് ഇല്ലേ. നമ്മുടെ നാട്ടിൻപുറത്തുള്ള ആളുകളുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. സാധാരണ നമ്മുടെയൊക്കെ അച്ഛന്മാരൊക്കെ കൂലിപ്പണിക്ക് പോകുന്നു. അവർ ഡെയിലി വേണ്ട സാധനങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുന്നു. അതിനിടയ്ക്ക് സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികൾക്ക് ബാഗ്, ചെരുപ്പ്, കുട, അതെല്ലാം നമുക്ക് വേണ്ടി മേടിച്ചു തരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും നമ്മുടെ ചേച്ചിമാരോ സഹോദരിമാരൊക്കെ വളർന്നിട്ടുണ്ടെങ്കിൽ അവരെ കല്യാണം കഴിക്കാനുള്ള പൈസ കണ്ടെത്തുന്നു. അതിനിടയ്ക്ക് വല്ല രോഗം വരികയാണെങ്കിൽ ആ രോഗം ചികിത്സിക്കാനുള്ള പൈസ കണ്ടെത്തുന്നു. ഇതൊക്കെ ഒരു സാധാരണക്കാരനായ ഡെയിലി പണിക്ക് പോകുന്ന ഒരാളെ കൊണ്ട് ചെയ്യാൻ പറ്റും. അതേസമയം നമുക്ക് ഒരു ആവറേജ് കൂലി എത്രയാണെന്ന് ആലോചിച്ച് നോക്കൂ. 800 മുതൽ 1000 രൂപ വരെയാണ് ഒരു ദിവസത്തെ കൂലി. അതേസമയം രാജാവിന് അങ്ങനെ ജീവിക്കാൻ പറ്റുമോ? ഇല്ല, രാജാവിന് അങ്ങനെ ജീവിക്കാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ രാജകൊട്ടാരത്തിൽ ഇഷ്ടംപോലെ പണിക്കാരുണ്ടാവും. അവർക്കൊക്കെ ശമ്പളം കൊടുക്കണം. പിന്നെ നമ്മളൊക്കെ കഴിക്കുന്ന പോലെ കഞ്ഞിയും പാലും തിന്നാൽ പോരെയല്ലോ. അവർക്ക് വളരെ വിഭവസമൃദ്ധമായ ഭക്ഷണം വേണം. ആർക്ക് മാത്രം പോരാ? ഈ രാജാവിന് മാത്രം പോരാ. അദ്ദേഹത്തിൻ്റെ അതിഥികളായി വന്നിട്ടുള്ള രാജകുമാരന്മാർക്ക് വേണ്ടി വരും, അവരുടെ കൂടെ വന്നിട്ടുള്ള സൈനികർക്ക് വേണ്ടി വരും. അങ്ങനെ ഭക്ഷണത്തിന് മാത്രം വലിയൊരു സംഖ്യ ചിലവഴിക്കേണ്ടി വരും. പിന്നെ തോഴിമാർക്കുള്ള കൂലി, പിന്നെ അങ്ങനെ ഒരുപാട് ചിലവുകൾ അവർക്കുണ്ടാവും. അതുകൊണ്ട് ചക്രവർത്തിയോട് ചോദിച്ചതാണ്, അങ്ങേക്കൊരു സാധാരണക്കാരൻ്റെ വരുമാനം കൊണ്ട് ജീവിക്കാൻ പറ്റുമോ? യാ ക്യാ ആപ് ജാൻതേ ഹൈ കി കപ്പടെ സെ ദാഗ് കേസെ ഹട്ടായ ജാതാ ഹൈ? അല്ല രാജാവ്, അത് വേണ്ട. നിങ്ങളിപ്പോൾ സാധാരണക്കാരൻ്റെ വരുമാനം കൊണ്ട് നിങ്ങൾ ജീവിക്കണ്ട. പക്ഷേ വസ്ത്രത്തിൽ കറ ഉണ്ടായാൽ, കറ പുരണ്ട് കഴിഞ്ഞാൽ ആ കറ എങ്ങനെ കളയാമെന്ന് നിങ്ങൾക്കറിയോ? ദാഗ് പറഞ്ഞ കറ, വസ്ത്രത്തിനുണ്ടാവുന്ന കറ. ആ കറ എങ്ങനെ കളയാമെന്ന് നിങ്ങൾക്കറിയോ മഹാരാജാവേ? അപ്പോൾ രാജാവ് പിന്നെയും പറയണം, കഥായ് നഹീം, ഒരിക്കലുമില്ല. ഷാംഷാ അക്ബറിനെ ജവാബ് ദിയ, അദ്ദേഹം മറുപടി പറഞ്ഞു. വീണ്ടും ചോദിക്കും, നോക്കൂ, ക്യാ ജഹാം പനാ ये जानते हैं कि बुआई कब करनी है और फसल को पानी कब देना है, या कचरे में से उपयोगी चीज़ को कैसे छाड़ना है, या कहाँ हरे भरे चारगाह है, या हमारी फसलों के बढ़िया दाम कहाँ मिलेगा, या किसी शब्द को इतनी खूबसूरती से कैसे लिखें कि वो चित्र जैसे लगे. ആദ്യം ഒരു ചോദ്യം ചോദിച്ചു, പിന്നെ 2 ചോദ്യം ചോദിച്ചു, പിന്നെ ചോദ്യങ്ങളുടെ ഒരു പ്രവാഹമായിരുന്നു. പിന്നെ അദ്ദേഹം ചോദിക്കുകയാണ്, ക്യാ ജഹാം പനായെ ജാൻതേ ഹേ, അങ്ങേക്ക് അറിയോ കി ബുആയി കബ് കർണി ഹേ, വിത്ത് ഇടുക എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയോ? വിത്ത് നടുന്നത് എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയോ മഹാരാജാവേ? और फसल को पानी कब देना है, ഈ കൃഷിയിടത്തിലേക്ക് വെള്ളം തിരിച്ചു വിടേണ്ടത് എപ്പോഴാണെന്ന് അങ്ങേക്കറിയോ? യാ കച്ചറ മേ സെ ഉപയോഗി ചീസ് കോ കൈസെ ഛാഡ്നാ ഹേ, ഈ പഴയ സാധനങ്ങളുടെ ഇടയിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ എങ്ങനെ പെറുക്കിയെടുക്കാമെന്ന് അങ്ങേക്കറിയോ? യാ കഹാം ഹരേ ഭരേ ചാർഗാ ഹേ, അതുപോലെ തന്നെ ഈ പശുവിനൊക്കെ മേയ്ക്കാൻ വരുന്ന സ്ഥലങ്ങൾ, പശുവിനൊക്കെ മേയാൻ പറ്റുന്ന നല്ല പുൽമേടുകളുള്ള സ്ഥലങ്ങൾ എവിടെയാണെന്ന് അങ്ങേക്കറിയുമോ? യാ ഹമാരി ഫസലോക്ക് ബഡിയ ദാം കഹാ മിലേഗ, അതല്ല വേണ്ട, നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ കൃഷി ഉണ്ടാക്കുന്നുണ്ടല്ലോ, ഈ കൃഷിക്ക് അല്ലെങ്കിൽ ഇതിൽ നിന്നുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വില എവിടെയാണ് കിട്ടുകയെന്ന് അങ്ങേക്കറിയുമോ? യാ കിസി ശബ്ദ കോ ഇത്തനി ഖൂബ്സൂരത്തി സെ കേസെ ലിഖേ കി വോ ചിത്ര ജൈസെ ലഗെ. ഇനി അതൊന്നും വേണ്ട, ഒരു വാക്ക് വളരെ മനോഹരമായിട്ട് എഴുതാൻ അങ്ങേക്കറിയുമോ? അത് ആ എഴുത്ത് കണ്ട ചിത്രമാണെന്ന് തോന്നിപ്പോവും. പക്ഷേ ആ ചിത്രമായിരിക്കില്ല യഥാർത്ഥത്തിൽ, അതിൽ കുറേ എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ മനോഹരമായി കാലിഗ്രാഫിയൊക്കെ ചെയ്യാൻ അങ്ങേക്ക് അറിയുമോ എന്ന് ചോദിച്ചു. नहीं नहीं नहीं, 1000 बार नहीं, अकबर गुस्से से लाल पीला होकर चिल्लाए. ഇല്ല ഇല്ല ഇല്ല, 1000 വട്ടമില്ല. അക്ബറിന് ദേഷ്യം കൊണ്ട് ഇങ്ങനെ ചുവന്ന് തുടുത്തു. അദ്ദേഹം ചുവപ്പ് മഞ്ഞയായി എന്ന് പറഞ്ഞാൽ എന്താ, ഓന്തിൻ്റെ പാരി കളർ മാറിയെന്നല്ല, നല്ല ദേഷ്യം വന്ന് അദ്ദേഹം ചുവന്ന് തുടുത്തു.
ജഹാംപന ബീർബലിനെ ശാന്തി സെ കഹ. അങ്ങനെ വളരെ ശാന്തമായിട്ട് ബീർബൽ ചക്രവർത്തി വിളിച്ചു. ഇസ് ദർബാർ മേ മൗജൂദ് ഹർ ഷഖ്സ് आपको कुछ न कुछ सिखा सकता है. हर एक ऐसा कुछ जानता है जो दूसरों को नहीं पाता. प्रत्येक के पास कुछ हुनर है, कुछ ज्ञान है, दिल या दिमाग की कोई खासियत है. तो सभी शिक्षक भी है और विद्यार्थी भी. അദ്ദേഹം ബീർബൽ വളരെ വിനയത്തോടുകൂടി രാജാവിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. इस दरबार में मौजूद हर शख्स, ഈ രാജസദസ്സിൽ ഇപ്പോഴുള്ള ഓരോ വ്യക്തിയും ആപ്കോ കുച്ച് ന കുച്ച് സിഖാ സക്താ ഹൈ. അങ്ങേക്ക് എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു തരാൻ കഴിവുള്ള ആളാണ്. ഈ കുട്ടികളോട് ചോദിക്കൂ എങ്ങനെയാണ് മണ്ണിൽ കളിച്ചിട്ട് മനസ്സിനെ സന്തോഷിപ്പിക്കുക എന്ന്. എങ്ങനെയാണ് വസ്ത്രത്തിൽ നിന്ന് കറ കളയുക എന്ന് ഈ അലക്കുകാരോട് ചോദിച്ചു നോക്കൂ. കൃഷിയിടത്തിലേക്ക് എപ്പോഴാണ് വെള്ളം തിരിക്കേണ്ടതെന്നും അവിടെ നിന്ന് കിട്ടുന്ന വിളവിന് ഏറ്റവും കൂടുതൽ വില കിട്ടുക എവിടെ നിന്നാണെന്നും കർഷകരോട് ചോദിച്ചു നോക്കൂ. ഓരോ കാര്യങ്ങളിങ്ങനെ പഠിപ്പിക്കണമെങ്കിൽ ഇത്രയും ആളുകൾ ഇവിടെ വേണം. പ്രത്യേക പാസ് ഹരേക് ഏസാ കുച്ച് ജാൻതാ ഹെ ജോ ദൂസറോ കോ നഹീ പാത്താ. എല്ലാവർക്കും ഓരോ കഴിവുണ്ട്. ആ കഴിവ് മറ്റുള്ളൊരാൾക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നിങ്ങൾക്കൊക്കെ, കുട്ടികൾ, ഈ കേൾക്കുന്ന കുട്ടികൾക്കൊക്കെ ഓരോ കഴിവുകളുണ്ട്. ആ കഴിവ് നമ്മൾ തിരിച്ചറിയണം. ഏതോ ഒരു കഴിവ് നമ്മളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ആ കഴിവ് പുറത്തേക്ക് വരണം. ആ കഴിവ് മറ്റുള്ളവർക്ക് ഇല്ലാത്തതാണ്. അതുകൊണ്ടാണ് പല ശാസ്ത്രജ്ഞന്മാരും പല രീതിയിൽ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നത്, അല്ലേ? അവരുടെയൊക്കെ ചരിത്രങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ചെറുപ്പത്തിൽ ഒരു പക്ഷേ പഠിക്കാനൊക്കെ മോശമായിരിക്കും, പിന്നീട് അവർ വലിയ വലിയ ആളുകളായി മാറുന്നത്. ചിലർക്ക് പ്രസംഗിക്കാനുള്ള കഴിവ്, ചിലർക്ക് പാടാനുള്ള കഴിവ്, ചിലർക്ക് വരയ്ക്കാനുള്ള കഴിവ്, ചിലർക്ക് വളരെ മനോഹരമായിട്ട് എഴുതാൻ അല്ലെങ്കിൽ വായിക്കാനുള്ള കഴിവുണ്ടാവാം, ഓടാൻ, ചാടാൻ, ഡാൻസ് ചെയ്യാൻ, അങ്ങനെ പലതരത്തിലുള്ള കഴിവുകൾ പലർക്കും ഉണ്ടാവും. അതൊക്കെ കണ്ടുപിടിക്കണം. അതൊക്കെ പഠിപ്പിക്കാനും അവരെ കൊണ്ട് കഴിയും, അവർക്ക് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ ആര് പറയുന്നത്? ബീർബൽ അക്ബർ ചക്രവർത്തിയോട് പറയുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ട്, അത് മറ്റുള്ളവർക്ക് ഉണ്ടാവില്ല. പ്രത്യേക के पास कुछ हुनर है, कुछ ज्ञान है, दिल या दिमाग की कोई खासियत है. ഓരോ വ്യക്തിക്കും ഓരോ കഴിവുകളുണ്ടാവും, ചില അറിവുകളുണ്ടാവും. മനസ്സും അതുപോലെ ബുദ്ധിയും അത് എപ്പോഴും തുല്യമായി കൊള്ളുന്നില്ല. അതിന് ഓരോ പ്രത്യേകതകളുണ്ടായിരിക്കും. तो सभी शिक्षक भी है और विद्यार्थी भी. അതുകൊണ്ട് തന്നെ എല്ലാവരും വിദ്യാർത്ഥികളുമാണ്, അധ്യാപകരുമാണ്. ഇപ്പോൾ അടുത്ത ഭാഗം നോക്കാം. शहंशाह समझ गए कि बीरबल के कहने का क्या मतलब है. वे हंस दिए. तब तो तुम भी एक विद्यार्थी हो बीरबल. मैं तो सोचता था कि तुम्हें कोई कुछ नहीं सिखा सकता. ഇപ്പോൾ ചക്രവർത്തിയുടെ ദേഷ്യമൊക്കെ മാറി അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. ഷാഹംഷാക്ക് മനസ്സിലായി ബീർബൽ പറഞ്ഞു വരുന്നത് എന്താണെന്ന്. ബിഹാസ്തി അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എങ്ങനെ രാജാവ് ചിരിക്കുക? 3 ഹാ അല്ലേ? അങ്ങനെയല്ലേ ചിരിക്കുക? അതെ. തബ് തോ തും ഭി ഏക് വിദ്യാർത്ഥി ഹോ ബീർബൽ. ഓഹോ, അപ്പോൾ നീയും ഒരു വിദ്യാർത്ഥിയാണല്ലേ ബീർബലെ? मैं तो सोचता था कि तुम्हें कोई कुछ नहीं सिखा सकता. ഞാൻ വിചാരിച്ചത് നിങ്ങളെയൊന്നും ആർക്കും ഒന്നും പഠിപ്പിക്കാൻ കഴിയില്ല എന്നാ. അങ്ങ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്ന ബീർബലിനെയൊന്നും ആർക്കൊന്നും പഠിപ്പിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ബീർബൽ പറയാണ്, ബാത് ഇസ്സെ ഉലറ്റ് ഹേ ജഹാം പനാഹ്, मैं तो हमेशा ही सीखता हूँ. ബീർബൽ ने उत्तर दिया. അല്ല ചക്രവർത്തി, അല്ല അങ്ങനെ കാര്യം നേരെ തിരിച്ചാണ്. मैं तो हमेशा ही सीखता हूँ. ഞാൻ എപ്പോഴും എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കും. ബീർബലിന് ഉത്തരവിയ. ബീർബൽ മറുപടി പറഞ്ഞു. നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഓരോ നിമിഷവും ഓരോ സെക്കൻഡും
നമ്മൾക്ക് അറിവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ സെക്കൻഡിൽ പഠിച്ച കാര്യമായിരിക്കില്ല ഒരു പക്ഷേ നമ്മൾ ഈ സെക്കൻഡിൽ പഠിക്കുന്നത്. ഓരോ മിനിറ്റിലും ഓരോ മണിക്കൂറിലും നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ചെറുപ്പത്തിൽ അറിയാത്ത പല കാര്യങ്ങളും ഇപ്പോൾ അറിയാം, ഇല്ലേ? ഇപ്പോൾ അറിയുന്ന പല കാര്യങ്ങളും ചെറുപ്പത്തിൽ അറിയാതിരുന്നിട്ടില്ല, അന്ന് മുതലേ പഠിച്ചു വന്നതാണ്. പുതിയ പുതിയ അറിവുകൾ നമ്മൾ നേടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി ചെറുപ്പത്തിൽ അറിഞ്ഞിരുന്ന ഒരു കാര്യം ഇപ്പോൾ അറിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കാര്യം മറന്നുപോയി എന്നുള്ളതാണ്. അത് ഓർത്തെടുക്കുക, അതൊക്കെ പ്രവർത്തിക്കുക, അതൊക്കെ ചെയ്യുക. അപ്പം നമ്മളുടെ ആ ഓർമ്മയും ബുദ്ധിയൊക്കെ നിലനിൽക്കും. ഓക്കെ. बीरबल भीड़ की ओर बढ़े. एक बूढ़ी महिला का हाथ थाम कर उन्हें शाहमशाह के सामने ले आए. जहाँ पना उन्होंने कहा, ये मेरे पहले और श्रेष्ठ गुरुओं में से ही. ബീർബൽ ആ തിരക്കിനിടയിലേക്ക് പോയി. ഒരുപാട് ആളുകൾ അവിടെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ ചർച്ചയൊക്കെ. वो एक बूढ़ी महिला का हाथ थाम कर उन्हें शाहमशाह के सामने ले आए. ഒരു വൃദ്ധയായ സ്ത്രീയുടെ കൈ പിടിച്ചുകൊണ്ട് അദ്ദേഹം ഷാഹംഷാൻ്റെ അടുത്തേക്ക് വന്നു. ജഹാംപന ഉനോനെ കഹ, ജഹാംപന അങ്ങനെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്. ആര്? ബീർബൽ പറയുകയാണ്, യേ മേരെ പഹലെ ഔർ ശ്രേഷ്ഠ ഗുരുവോ മേ സെ ഹേ. ഇത് എൻ്റെ ആദ്യത്തേതും വളരെ പ്രധാനപ്പെട്ട ഗുരുനാഥന്മാരിലും ഒരാളാണ് എന്ന് പറഞ്ഞു. बूढ़ी महिला ने शाहमशाह को सलाम किया और कहा, हुजूर, बुद्धिमान व्यक्ति ही जानते हैं कि सब कुछ सीख जाना संभव नहीं है, लेकिन सबको ये सीखना चाहिए कि अच्छा इंसान कैसा बन जा सकता है. ആ വൃദ്ധയായ സ്ത്രീ വന്നിട്ട് രാജാവിനെ വണങ്ങിക്കൊണ്ട് പറഞ്ഞു, हुजूर, അങ്ങനെ बुद्धिमान व्यक्ति जानते हैं कि सब कुछ सीख जाना संभव नहीं है. നല്ല വിവരമുള്ള ആൾക്ക്, നല്ല ബുദ്ധിയുള്ള ഒരാൾക്ക് മാത്രമേ എല്ലാം പഠിക്കുക അസാധ്യമാണ് എന്ന് മനസ്സിലാക്കൂ. അഥവാ നല്ല വിവരമുള്ള ആൾക്ക് മാത്രമേ പറയാൻ പറ്റൂ എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയില്ല എന്നുള്ളത്. എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയില്ല എന്ന് തുറന്ന് പറയണമെങ്കിൽ അയാൾക്ക് നല്ല വിവരം ഉണ്ടായിരിക്കണം. ഇവിടെ പറഞ്ഞതെന്താ? അക്ബർ ചക്രവർത്തി അങ്ങ് വലിയ ബുദ്ധിമാനാണ് എന്നല്ലേ പറഞ്ഞത്? അതെ. ലേക്കിൻ സബ്കോ യേ സീഖ്നാ ചാഹിയേ കി അച്ഛാ ഇൻസാൻ കേസെ ബൻ ജാ സക്താ ഹെ. പക്ഷേ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വലിയ കാര്യമാണ് ഒരു നല്ല മനുഷ്യൻ എങ്ങനെയായി മാറാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു നല്ല മനുഷ്യനായി മാറാം എന്ന് എല്ലാവരും പഠിക്കണം. നോക്കുക, ഒന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അച്ഛാ ഇൻസാൻ കേസെ ബനാ ജാ സക്താ ഹെ. എങ്ങനെയാണ് ഒരു നല്ല മനുഷ്യനായി മാറുക? ഒരു നല്ല ഹിന്ദു എങ്ങനെയാവാം എന്നല്ല, ഒരു നല്ല മുസ്ലിം എങ്ങനെയാവും എന്നല്ല, ഒരു നല്ല ക്രിസ്ത്യൻ എങ്ങനെയാവും എന്നല്ല, ഒരു നല്ല മനുഷ്യൻ എങ്ങനെയാവും എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. शाहमशाह बूढ़ी महिला के शब्दों की सादगी से प्रभावित हुए. ആ അമ്മ പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രഭാവം ചെലുത്തി, അത് വളരെയധികം എഫക്റ്റ് ചെയ്തു ആ വാക്കുകൾ. വേ ഉൻകെ ആകെ അദബ് സെ ഝുകെ. അദ്ദേഹം ആ വൃദ്ധമാതാവിന് മുമ്പിൽ ബഹുമാനം കൊണ്ട് കുനിഞ്ഞുപോയി. ഫിർ മുഡ്കർ ബീർബൽ സെ കഹ. എന്നിട്ട് തിരിഞ്ഞിട്ട് ബീർബലിനോട് പറഞ്ഞു, तुम सच में भाग्यशाली हो जो तुम्हें इतना समझदार गुरु मिली है. നിങ്ങൾ യഥാർത്ഥത്തിൽ നല്ല ഭാഗ്യവാനാണ്. ഇത്രയും ബുദ്ധിമതിയായ ഒരു ഗുരുവിനെ നിങ്ങൾക്ക് കിട്ടിയല്ലോ. ഇതാണ് നമ്മുടെ ഷാഹംഷാ അക്ബർ കോ കോൻ സിഖായക എന്നുള്ള പാഠത്തിൻ്റെ ആശയം. എല്ലാ പാഠവും ഇങ്ങനെ പൂർണ്ണമായും മലയാളത്തിൽ പറയുന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട. നമ്മൾ കൂടുതൽ ഹിന്ദി ഉപയോഗിച്ചിട്ട് ഹിന്ദി പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ. എന്നാലും സംശയമുള്ള ഭാഗങ്ങൾ നമ്മൾ ഒന്നുകൂടി ലളിതമാക്കി പറഞ്ഞൊക്കെ ശരിയാക്കി തരും. ഓക്കെ. താങ്ക് യു.